ഗായ്സ്, ഇന്ന് നമ്മളുടെ പിള്ളേർക്ക് വെഡിങ് ആനിവേഴ്സറിൻ്റെ ഒരു ട്രീറ്റ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വായോ. പിന്നെ ഇന്ന് ചെക്കന്മാർക്ക് മേടിച്ചു കൊടുക്കും. ഇതിൽ തേതും ഇത് നമ്മുടെ ഒറ്റ സുഹൃത്താണ് ബാസിൽ. എല്ലാവരും എല്ലാവരും പരിചയപ്പെടുത്തും. അഭിജിത്തിന് എന്താ വിശേഷം? എന്റെ ഇന്ന് പാർട്ടി വിശേഷം എന്താടി? എന്ത് വിശേഷം? എന്താ സാലറി വെഡിങ് ആനിവേഴ്സറിന്റെ ചെലവാണ്? നാളെ ചെലവ്? നാളെ ഐഫോണിന്റെ ചെലവ് കിട്ടണം. ആ, നാളെ ഇനാമിന്റെ ഐഫോണിന്റെ ചെലവാണ്. ഐഫോണിന്റെ ചെലവ് നാളെ. അതിന് മുന്നേ പാർട്ടി പെൻഡിങ് ഉണ്ട് കേട്ടോ. ലാമ്പിന്റെ നെക്ക് വിത്ത് റിബാണ് നമ്മൾ സ്പെഷ്യലായിട്ട് മട്ടൻ്റെ സ്പെഷ്യലാവും. നമ്മൾക്കിന്ന് ഇതും ട്രൈ ചെയ്യാം. ഇത് നമ്മളെ എവർഗ്രീൻ ഐറ്റാണ്. എപ്പോഴും നമ്മൾ ഇതാണ് വന്നു കഴിഞ്ഞാൽ ഫേവറേറ്റ്സ് ആണ്. പോത്തുംകാല് ഇതിൻ്റെ ഉള്ളിലത്തെ മെയിൻ സംഭവം ഉണ്ട് ഇവിടെ മജ്ജ. അടുക്കളയാണ് നമ്മളുടെ മെയിൻ ഹോൾ. അതിലാണ് നമുക്ക് അരിയുണ്ടാക്കുന്നത്. നമ്മളുടെ മെയിൻ ആൾ ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവന്റെ വാപ്പ. അല്ലെങ്കിൽ ഞങ്ങൾ ഇതോട് കൊണ്ടുവെക്കുമ്പോഴേക്ക് തട്ടി കഴിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. പാർട്ടീഷൻ വരെ നടത്തിയിട്ടുണ്ടാവും. എന്തോ ആലോചിച്ചിട്ട് നമ്മളെ മീശോതലിരിക്കണ പോലെ കിട്ടതാ. അതെ, ഇപ്പൊ നമ്മുടെ നിങ്ങളാണ് നമ്മുടെ പ്രൈം ഗസ്റ്റ്. എൻ്റെ ഉച്ച സുഹൃത്താണ്. നാളെ പറയും ഓർക്കുന്നില്ല. എന്താ വിളിക്കാൻ
അടിപൊളിയല്ലേ? മനസ്സൊക്കെ നിറഞ്ഞു. അങ്ങനെ നമ്മളെ പിള്ളേർക്കൊക്കെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നല്ല ഫുഡ് കൊടുത്തു. എല്ലാവരും ഹാപ്പിയാണ്. എല്ലാരും മനസ്സും വയറും നിറഞ്ഞതാ പറഞ്ഞത്. അപ്പൊ നമുക്ക് സന്തോഷമായി. ഞങ്ങൾക്ക് സന്തോഷം. സിംപ്ലി എല്ലാവർക്കും നല്ലൊരു ഫുഡ് കൊടുക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നുള്ളൂ. അത് നല്ലപോലെ കൊടുക്കാൻ പറ്റും. അത് ഞങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തെത്തി കേക്ക് ഗ്രില്ല്. ഞങ്ങൾ ഡൽഹിയിൽ പോകാൻ പ്ലാൻ ചെയ്തു. ഭക്ഷണമില്ല. അവസാനം കേക്ക് ഗ്രില്ലിലൊക്കെ വന്നതൊക്കെ ഒരു നിമിത്തമായി തോന്നി. പോത്തുങ്കലായിരുന്നു അവരുടെ ആഗ്രഹം. പോത്തുങ്കല കിട്ടി. എൻ്റെ ചിക്കൻ ആയിരുന്നു, എനിക്ക് ചിക്കൻ കിട്ടി. ഞാൻ രണ്ടും കഴിച്ചു. ബാക്കിയുള്ള എല്ലാവരും കഴിച്ചു. പിന്നെ എല്ലാവരും കൂടെ കുറേ കാലത്തിന് ശേഷം എല്ലാ ഫ്രണ്ട്സിനും എല്ലാവരെയും കിട്ടിയപ്പോൾ കഥയൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ വന്നപ്പോൾ തന്നെ കുറേ ചിരിച്ചു. നല്ല സന്തോഷം. അതെ. പിന്നെ പിന്നെന്താ നീ പോയി വീട്ടിൽ പോയി കിടന്നു. അതെ, ഇനി എത്രയുള്ളൂ. ഓക്കെ.